കഴിഞ്ഞ ദിവസം മോൾ എന്നെ കാണാൻ വന്നപ്പോൾ ഇവിടെ വെച്ച് ചിരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് അവൾ ഒരു നല്ല മനുഷ്യനെ കണ്ടുമുട്ടിയെന്ന്. അത് പ്രിൻസിനെ പറ്റിയായിരുന്നു. സദാശിവന് പറ്റിയ മണ്ടത്തരങ്ങൾ പറഞ്ഞ് അവൾ ഒരുപാട് ചിരിച്ചു. 2 വർഷത്തിന് ശേഷം അവൾ എന്റെ മുന്നിൽ വെച്ച് ചിരിച്ചത് അന്ന. ഞങ്ങള് ആ കുട്ടിയോട് ഒരുപാട്. സാരമില്ല, ശരിക്കും എന്റെ മോള് കരയേണ്ട ദിവസങ്ങളാണ് ഇതൊക്കെ. ലോകത്തിന്റെ മുന്നിൽ ഞാനും എന്റെ മോളും ഏതോ കാഴ്ച വസ്തുക്കളെ പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഉള്ളു നീറുമ്പോഴും പുറത്തവളെ ചിരിപ്പിച്ചത് നിങ്ങളാണ്. ഫ്രണ്ട്സിനോട് അവളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. ആരുടെയും സിമ്പതി അവൾക്ക് പണ്ടേ ഇഷ്ടമല്ല. ടൈമായതു. ഏതായാലും നിങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഭാഗ്യമായി. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണം. ഇനി എന്റെ മോള് ഇവിടെ വന്ന് എന്നെ കാണാൻ പാടില്ല. അവളെ കാണുമ്പോഴാണ് ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ വരുന്നത്. ഓരോ തവണ അവളെ കാണുമ്പോഴും അവൾ അനുഭവിക്കുന്ന ദുഃഖം, അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. എല്ലാം കഴിയുന്നതുവരെ അവൾ നിങ്ങളോടൊപ്പം നിൽക്കട്ടെ. അതുവരെ അവളെ നിങ്ങൾ സഹായിക്കണം, പ്ലീസ്. എനിക്കറിയാം എന്റെ മോളുടെ കുസൃതികളും വികൃതികളും. അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. സർ, ഫ്രണ്ട്സ്, അവളൊരു പാവമാണ്. എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? അഞ്ജുവിനെ ഇറക്കി വിടേണ്ട 15-ാം തീയതി ആയോന്നറിയാൻ കലണ്ടറിൽ കണ്ണും നട്ടിരുന്നവരാ നമ്മൾ. എന്നിട്ടിപ്പോ അവളെ അന്വേഷിച്ച് നടന്ന് ജീപ്പിന്റെ ടയർ തേഞ്ഞു. അച്ഛന്റെ മരണം കൊണ്ട് അഞ്ജുവിനുണ്ടാകുന്ന ഡിപ്രഷൻ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് മാത്രമേ കഴിയൂ എന്നാ കേണൽ പറയുന്നത്. ദുരന്തങ്ങളുടെ കഥയൊന്നും പുറത്തറിയിക്കാതെ കളിച്ച് ചിരിച്ച് നടന്ന ആ കുട്ടിയോട് എനിക്ക് സഹതാപമല്ല, ബഹുമാനമാണ്. അച്ഛനെന്നെ അന്വേഷിച്ചോ? മേനോന് ഇനി പ്രിൻസ് എന്നൊരു മോനില്ല. അച്ഛാ, മിണ്ടിപ്പോരുത്. നാട്ടുകാരുടെ മുമ്പിൽ ഇനിയും മാനം കിടാൻ എനിക്ക് വയ്യ. നിനക്കില്ലേലും ഞങ്ങൾക്കില്ലേട ഒരു നിലയും വിലയും. ഓഫീസ് സ്റ്റാഫിന്റെ മുമ്പിൽ തലയുർത്തി നിൽക്കാൻ പറ്റാതെയായി. അമ്മേ, വേണ്ടടാ, എന്നെ ഇനി അമ്മയെന്ന് വിളിക്കരുത്. ഞാനിങ്ങനെ ഒരു മോനെ പ്രസവിച്ചിട്ടില്ല. ഞാൻ മരിച്ചാൽ എന്റെ ശവം പോലെ നീ കാണാൻ വരരുത്. ഇന്നലെ വരെ ആരുടെ മുന്നിലും തല കുനിക്കാത്തവനാ നിന്റെ അച്ഛൻ. ആ അച്ഛന്റെ മോത്ത പെണ്ണു വീട്ടുകാരാക്കിയത്. ഈ കുടുംബത്തെക്കാൾ വലുത് കണ്ട ഒറ്റ പെണ്ണുങ്ങളല്ലേ. ഇറങ്ങി പോരാടുന്നു. മോനെ, ഇതാ മൗണ്ട് വാലി മുന്തിരിത്തോട്ടത്തിന്റെ താക്കോല. ഇത് എന്തിനാണെന്ന് അറിയാമോ? എല്ലാം ആറി തണുക്കുന്നവരെ എന്റെ മോൻ അവിടെ തന്നെ താമസിക്കും. മോന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. ഇറങ്ങി പോരാണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നു.
പ്രിൻസേ, വല്ലാത്ത ക്ഷീണം. എനിക്കൊരാട്ട് സൂപ്പ് വാങ്ങിച്ചാ അത് കഴിച്ച് നമുക്ക് കഴിഞ്ഞ എല്ലാം മറക്കാം. സൂപ്പുമില്ല ഒരു കോപ്പുമില്ല. നീ ചുമ്മാ ഇരിക്കേ. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി, അതും ബാംഗ്ലൂർ പോലുള്ള ഈ സിറ്റിയിൽ. വേദാന്തൊന്നും വേണ്ട. കൂട്ടുകാരന്റെ സൂപ്പ് കുടിക്കാനുള്ള കൊതി തീർത്തിട്ട് മതി കൂട്ടുകാരെ കുറിച്ചുള്ള അന്വേഷണം. എപ്പോഴും നിന്റെ അടുത്തായിട്ട് നടക്കാൻ ഞാൻ മാത്രമേ കാണൂ, രാജകുമാരനെ മന്ത്രികുമാരനെ പോലെ. സൂപ്പ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, വേണമെങ്കിൽ കുറച്ച് പഞ്ചാര ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട്. അഞ്ചു ഇവിടെ എവിടെ? അയ്യോ, എന്ത് പണിയായി കാണിച്ചേ? ഒന്നും പറയാൻ ഇറങ്ങിപ്പോ. ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ബാംഗ്ലൂരിൽ ഈ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്വേഷിക്കാൻ. അതെ. ബാക്കി. എന്ത് പറ്റി കാരന്? എന്ത് പറ്റി? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാർ നന്നാക്കിയിട്ട് ഫാം ഹൗസിൽ വന്നേക്കാം. പ്രിൻസ് അഞ്ജുനെ കൊണ്ട് പൊക്കോ. ഓക്കെ. വാ, കം. എവിടേക്കാ? ആരാ നിങ്ങൾ? വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത് അഞ്ജു. എന്തിനാ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നീ സാധനം എടുത്ത് വണ്ടി വെക്കേ. ഞാൻ പറയുന്നത് അല്ല, അഞ്ജു പറയുന്നത് വരണം വരാൻ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. കുറെ നേരം ആയല്ലോ ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഷൈൻ ചെയ്യും, യോഗമുള്ളത് ഷൈൻ ചെയ്യും. ബ്രദർ ഐസ്ക്രീം കഴിച്ചോണ്ടിരുന്നല്ലേ, വേഗം കഴിച്ചെടുക്ക, ഇല്ലെങ്കിൽ വെയിൽ കൊണ്ട് അലിഞ്ഞു പോ. ഈ കുട്ടിയുടെ ഇഷ്ടമല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു കാണട്ടെ. അയ്യേ, മാറിയിക്കേ, മാറിയിക്കേ. മനസ്സിലായോ? വട്ടായി പോയെന്ന്. മെന്റൽ പേഷ്യന്റ്. വാളാണ് കൈ മര്യാദക്കിരുന്നോണം.
എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് പോണം. എനിക്ക് ഇപ്പൊ പോയി നോക്കൂ. അങ്ങനെ ഇവിടുന്ന് പോണോന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തണ്ടായിരുന്നു. അഞ്ജു എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എനിക്ക് തോന്നിയതുണ്ട്. നിങ്ങൾ എന്റെ ആരാ? ആരല്ലോ? ആരും അല്ലായിരിക്കാം. പക്ഷെ 15-ാം തീയതി വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ അല്ലേ? പറഞ്ഞ എന്തിനാ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിലും തന്നെ ഇവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായില്ലേ? അടിസ്ഥാനപരമായിട്ട് മുൻപ് ഞാൻ നിങ്ങൾക്ക് വലിയ ശല്യായിരുന്നല്ലോ. ഇപ്പോഴും ആണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ചെയ്തു പോയ തെറ്റിനെ ഞങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അഞ്ജുവിന്റെ കുടുംബത്തെ മാത്രമല്ല, അഞ്ജുവിനെ കൂടെ ഞങ്ങളെ നശിപ്പിച്ചില്ലേ അല്ലേ? പിന്നെ അയ്യോ ഈശ്വര, നിങ്ങൾ എന്നെ നശിപ്പിച്ചിട്ടില്ല. നശിപ്പിച്ചു നശിപ്പിച്ചു നശിപ്പിച്ചു. മോളുവാ, വന്നിട്ട് പല്ല് തേക്ക്, എന്നിട്ട് വല്ലതും കഴിക്കാം, എന്നിട്ട് നമുക്ക് കുളിക്കാം. നമുക്ക് കുളിക്കാന്നോ? നമുക്കല്ല അഞ്ജുവിന്. അഞ്ചു അല്ല, ശാലിനി, ശാലു മോള്. ഓ ശാലി. അയ്യോ ഞാൻ നിങ്ങളുടെ ശാലിനിയല്ല, ശാലിനിയല്ല, ശാലിനിയല്ല. ആരോട് വെച്ചിട്ട് എന്റെ കാറിന്റെ ടയർ ഊരിയത്? സദാശിവ മര്യാദയ്ക്ക് എന്റെ കാറിന്റെ ടയറുതാ. എനിക്ക് അമ്പലത്തിൽ പോണം. ടയറും കൊണ്ടാണ് അമ്പലത്തിൽ പോകുന്നത്. വാ വാ അഞ്ജുനെ അമ്പലത്തിൽ കൊണ്ടുപോവാം, വന്ന് കുളിക്കേ. ഏതാ വരാം. പാളയം പള്ളി, ജീവപള്ളി, ഗുരുദ്വാര. മനസ്സിലായോ?